സമയം രാവിലെ 6:30 കഴിഞ്ഞപ്പോൾ തന്നെ കോട്ടയ്ക്കുള്ളിലെ ഹോട്ടലിൽ നിന്നും വെക്കേറ്റ് ചെയ്ത് ഇന്നലെ റെന്റിനെടുത്ത ബൈക്കുമായി തനോത്തിലേക്ക് പോവുകയാണ്. ജയ്സാൽമീർ സിറ്റിയിൽ നിന്നും തനോത്തിലേക്ക് പോകുന്ന വഴിക്ക് ഏകദേശം 6 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബഡാബാഗ്. ജയ്സാൽമീറിൽ രാവിലെ നല്ല തണുപ്പാണ്. പ്രത്യേകിച്ചും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആ തണുപ്പ് കുറച്ച് കൂടുതലായി അനുഭവപ്പെടും. അതുകൊണ്ട് തണുത്ത് വിറച്ചാണ് ഈ യാത്ര. ഈ യാത്രയിലും നമ്മുടെ വഴികാട്ടി ഗൂഗിൾ മാപ്പ് തന്നെയാണ്. എന്നാൽ പുതിയ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഗൂഗിൾ മാപ്പും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ആദ്യം ഞങ്ങളെ ഒന്ന് വഴി ചുറ്റിച്ചെങ്കിലും രാജസ്ഥാൻ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി കാണിച്ചിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ നോക്കി ഞങ്ങൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. ജയ്സാൽമീർ സിറ്റിയിൽ നിന്നും വരുമ്പോൾ മെയിൻ റോഡിൽ നിന്നും വലത്തോട്ടൊരു ഡീവിയേഷൻ എടുത്താണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. റോഡിൽ നിന്നും ഡീവിയേഷൻ എടുക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ ബഡാബാഗിന്റെ ഛത്രികൾ കാണാം. ഉദിച്ചു വരുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ ദൂരെ നിന്നും ബഡാബാഗ് കാണുന്നത് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ എൻട്രൻസ് ഫീ 50 രൂപയാണ്. എൻട്രൻസ് ഫീ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ഈ എൻട്രൻസ് ഫീക്ക് ഞങ്ങൾക്ക് റെസിപ്റ്റോ മറ്റും കിട്ടിയിട്ടില്ല. എന്നാൽ ചുറ്റും ആളൊഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ടും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് അത്ര സേഫ് ആണെന്ന് തോന്നാത്തത് കൊണ്ടും ചോദിച്ച് 50 രൂപ കൊടുത്ത് ഞങ്ങൾ കയറിപ്പോന്നു. ബരാബാഗ് എന്നും പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു പൂന്തോട്ടം. എന്തായിരിക്കാം ഥാർ ഡെസേർട്ടിലെ ഈ വരണ്ട ഭൂമികയിൽ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ അന്നത്തെ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത്? അതും ജയ്സാൽമീറിന്റെ സംരക്ഷണ കോട്ടയായ ജയ്സാൽമീർ കോട്ടയിൽ നിന്നൊക്കെ 6-7 കിലോമീറ്റർ ദൂരെ. 44 നദികളുള്ള സഹ്യന്റെ മടിത്തട്ടിൽ ഉറങ്ങുന്ന നമ്മളുടെ കൊച്ചു സംസ്ഥാനത്തിനൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അമൂല്യ വസ്തുവുണ്ട് രാജസ്ഥാന്: ജലം. ബഡാബാഗിന്റെ ചരിത്രവും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ ജയ്സാൽമീർ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഭട്ടി രാജാക്കന്മാരിൽപ്പെട്ട രാജ ജയ്സി രണ്ടാമൻ ഇവിടെ ഒരു ഡാം പണി കഴിപ്പിച്ചു. ഏകദേശം 1200 അടി വലിപ്പമുണ്ടായിരുന്ന 100 അടിയോളം ആഴമുണ്ടായിരുന്ന ഒരു ഇറിഗേഷൻ ഡാം. ഥാറിനെ കീറി മുറിച്ചുകൊണ്ട് ഡാമിന് ചുറ്റിനും അദ്ദേഹം ജലസേചന കനാലുകളും നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ ഈ പരിശ്രമങ്ങളെല്ലാം ഫലം കണ്ടുവെന്ന് വേണം കരുതാൻ. മാന്തോട്ടങ്ങളും ഫലവൃക്ഷ തോപ്പുകളുമൊക്കെയായി കൃഷിയുടെ ഒരു പ്രത്യേക സംസ്കാരം തന്നെ ഈ മരുഭൂമിക്ക് നടുവിൽ വളർന്നു വന്നു. അദ്ദേഹത്തെക്കാൾ മിടുക്കരായിരുന്നു പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികൾ. അവർ ഈ പരിശ്രമം മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോയി. അങ്ങനെ മരുഭൂമിയിൽ ഒരു പൂന്തോട്ടം ഉണ്ടായി വന്നു. ഓരോ രാജാവിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കല്ലിൽ കൊത്തിവെച്ച ഒരു സ്മാരകവും ആ പൂന്തോട്ടത്തിൽ പണിഞ്ഞു വെക്കാൻ പിൻഗാമികൾ മറന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ ഛത്രികളും ഉണ്ടായി വന്നത്. ഓരോ ഛത്രികൾക്കും ഓരോ രാജാവിന്റെ വീരകഥകൾ പറയാനുണ്ട്. രാജാക്കന്മാരുടേത് മാത്രമല്ല, മൺമറഞ്ഞു പോയ ഓരോ പ്രധാന രാജകുടുംബാംഗത്തിന്റെയും പേരിൽ പിന്നീട് ഇവിടെ ഛത്രികൾ പണി കഴിപ്പിക്കപ്പെട്ടു. ഏകദേശം 20-ാം നൂറ്റാണ്ട് വരെ ഈ രീതി പിന്തുടർന്നു വന്നു. അവസാനമായി പണി കഴിപ്പിച്ചത് മഹാറാവൽ ജവഹർ സിംഗിൻ്റെതാണ്. അതൊരിക്കലും പൂർത്തിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകൻ മഹാറാവൽ ഗിർധർ സിംഗ് ഇത് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ മരണപ്പെട്ടു. ആ മരണം ഒരു അപശകുനമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അതിൽ പിന്നെ ബഡാബാഗിൽ ഛത്രികളൊന്നും തന്നെ ഉയർന്നിട്ടില്ല. അതോടെ ബഡാബാഗ് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. ഒരു കാലത്ത് മൺമറഞ്ഞുപോയ രാജാക്കന്മാരുടെ സ്മൃതികുടീരമായ ഈ സ്ഥലം വിസ്മൃതിയിലാണ്ടു. ഓരോ ഛത്രികൾക്ക് നടുവിലായും 4-5 അടി ഉയരമുള്ളൊരു ഫലകവും ഉണ്ടാവും. ആരുടെ സ്മൃതിയായിട്ടാണോ ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ ജീവിതവും നേട്ടങ്ങളും മരണവും എല്ലാം അവിടെ കൊത്തിവെച്ചിട്ടുണ്ടാകും. ഈ മുകളിൽ കാണുന്ന ചെറിയ ഛത്രികൾ ഓരോന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും
പിന്നീട് പ്രാധാന്യം കുറഞ്ഞ രാജകുടുംബാംഗങ്ങളുടേതുമൊക്കെയാണ്. ഛത്രികളുടെ ആകൃതിയിലും വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതു പണിഞ്ഞ കൽപ്പണിക്കാരുടെ ഐഡന്റിറ്റിയാണ് ഓരോ ഛത്രിയുടെയും ഷേപ്പ് സൂചിപ്പിക്കുന്നത്. കമാൻ ആകൃതിയിലുള്ളത് മുസ്ലിം കൽപ്പണിക്കാർ പണിഞ്ഞതാണ്. ഗോപുരം മാതിരി മുകളിലേക്ക് കൂർത്തു വരുന്നവ ഹിന്ദു കൽപ്പണിക്കാരുടേതും. അങ്ങനെ ഓരോ ഛത്രികൾക്കും ഒരുപാട് കഥകൾ പൊയ്പോയ കാലങ്ങളെപ്പറ്റി പറയാനുള്ള ഒരു സ്ഥലമാണ് ബഡാബാഗ്. ഇങ്ങോട്ടേക്കുള്ള വഴി അന്വേഷിച്ചു വരുമ്പോൾ ചില പ്രദേശവാസികൾ കുറച്ചുകൂടി രസകരമായ വിവരങ്ങൾ കൈമാറിയിരുന്നു. ചില സമയങ്ങളിൽ ഇവിടെ നിന്നും ചില പ്രത്യേക സ്വരങ്ങളും പ്രത്യേക അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ടത്രേ. അതായത് ബഡാബാഗ് പ്രേതബാധിതമാണെന്ന് രത്നച്ചുരുക്കം. ചില സഞ്ചാരികൾ പോലും ഇവിടെ രാജാക്കന്മാരുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ രാജാവിൻ്റെ പ്രേതത്തെ കാണാമെന്ന ആഗ്രഹത്തോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്തു ചെയ്യാം, ഒരു പ്രേതത്തെയും കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ചെറിയ നിരാശയോടെയാണ് ഇവിടെ നിന്നും മടക്കം. ഇത്രയും മനോഹരമായ ഈ സ്ഥലത്ത് ഇനിയും കുറച്ചു നേരം കൂടി നിൽക്കണം എന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇന്ന് തനോത്ത് വരെ എത്തിച്ചേരേണ്ടതുണ്ട്. തനോത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞു ഡിയോ മാത്രമാണ് ഉള്ളത്. വണ്ടിയുടെ ചോയ്സ് അല്പം മോശമായി പോയി എന്നറിയാഞ്ഞിട്ടല്ല. ഇനി ഒരുപാട് ദൂരം പോകേണ്ടതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി ബഡാബാഗിൽ നിന്നതിന് ശേഷം ഞങ്ങൾ ഈ മനോഹരമായ സ്ഥലത്തോട് വിട പറയുകയാണ്. സങ്കടത്തോടെയാണെങ്കിലും ബഡാബാഗിനോട് വിട പറയുകയാണ്. ഇനി ഒരിക്കൽ കൂടി കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ കൂടെ കൂട്ടി വീണ്ടും ഈ സ്ഥലം കാണണമെന്ന തീരുമാനത്തോടെയാണ് മടക്കം. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. ഒന്നും കണ്ട് നിറയുകയില്ല. വീണ്ടും വീണ്ടും കാണാനുള്ള മോഹം ബാക്കി വെക്കുകയും ചെയ്യും. അതുതന്നെയാണല്ലോ യാത്രകളുടെ രസവും. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ജീവിതം പോലെ തന്നെ എന്താണ് ഏതാണ് എന്നറിയാത്ത ഒരു യാത്ര. ഇനി തനോത്തിലേക്കുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ചെറിയ ധാബയോ മറ്റോ കണ്ടാൽ പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കണം. ഇനിയും ഏറെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം.